ഹലോ ഗൈസ്, ഇതാണ് കേട്ടോ ഞാനപ്പോൾ ഷോർട്സിൽ പറഞ്ഞ ഡൈനിങ് റൂള്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എൻറ്റയർ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ 15x13 മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ മുറിച്ചെടുക്കും. ഇനി ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ ഹാഫായിട്ട് മടക്കണം നടുവ് കൂടെ. ആ മടക്കിയ ഹാഫിനെ പിന്നെയും അതിൻ്റെ നടുവിലേക്ക് പകുതിയായിട്ട് ഹാഫിലേക്ക് മടക്കണം. ഇനി നമ്മൾ ആ മടക്കിയ പേജിൻ്റെ ഒരറ്റം എടുത്തിട്ട് ഒരു വീട് പോലെ 2 ട്രയാങ്കിൾ അതിൻ്റെ 2 സൈഡിൽ നിന്ന് നടുവിലേക്ക് എടുക്കണം. ഇപ്പം ആ വീട് പോലെ ആയ സാധനത്തിൻ്റെ മിഡ് പോർഷൻ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെക്കണം. ഇനി ആ മടക്കിയ നടു പോർഷനെ താഴേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടും. ഇനി ആ പേപ്പറിനെ തിരിച്ച് വെച്ച് നമ്മളിത് ഇതുപോലെ മടക്കണം. അതായത് അതൊരു ലൈനിൽ വരണം. അതിൻ്റെ ഡയമണ്ടിൻ്റെ നടുവ് ലൈനും നമ്മുടെ ഈ ലൈനും ഒരുപോലെ വരണം. ഇതേ സാധനം തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കണം. ഞാനൊരു കൺവീനിയൻസിന് വേണ്ടി ഒരു കളർ ക്ലോത്ത് ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ. ഇപ്പം 2 ക്രോസ് കിട്ടിയതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആ ഡയമണ്ടിനെ കറക്റ്റായിട്ട് നിൽക്കുന്നത് പോലെ മടക്കിയെടുക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലിച്ച് വീണ്ടും ഒരു ട്രയാങ്കിൾ, കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. അതുപോലെ മടക്കിയെടുക്കുക. ഇനി അതേ സെയിം പ്രോസസ്സ് ലെഫ്റ്റ് സൈഡിലും ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മിഡ് പോർഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി താഴെ നിന്നും മുകളിൽ നിന്നും ട്രയാങ്കിൾ എടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മിഡ് പോർഷൻ കണ്ടുപിടിക്കും. ഇനി ആ കണ്ടുപിടിച്ച മിഡ് പോർഷനെ നന്നായിട്ട് മടക്കി ഒരു ട്രയാങ്കിളാക്കി താഴേക്ക് മടക്കി വയ്ക്കും. സെയിം പ്രോസസ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിലും ഫോളോ ചെയ്യണം. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ നടുഭാഗം ഒന്ന് തുറന്ന് വയ്ക്കണം. മടക്കി വെച്ച ശേഷം നമ്മൾ ആ മുകളിലത്തെ ട്രയാങ്കിൾ മുകളിലേക്കൊന്ന് പൊക്കണം. അപ്പോഴത്തേക്കും പേപ്പർ നല്ല കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇത് മടക്കാൻ ഒത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ എങ്കിലും നല്ലോണം അങ്ങോട്ട് ഒരു സിസർ വെച്ച് അമർത്തി കൊടുത്താൽ കിട്ടും കേട്ടോ. സൈഡിൽ നിന്ന് ഒരു ചെറിയ ട്രയാങ്കിൾ എടുക്കണം, അത്രയേ ഉള്ളൂ. അതെന്തിനാ വെച്ചാൽ വായ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പിൻ്റെ. ഇനി നമ്മൾ പാമ്പിൻ്റെ 2 പല്ലും കൂടി ഇപ്പുറത്തുനിന്ന് ആ ട്രയാങ്കിളിനെ വലിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അത് വേണമെങ്കിൽ ഒരു ലേശം സൈഡ് കട്ട് ചെയ്തിട്ട് വലിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പാമ്പിൻ്റെ വായിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇനി നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് തിരിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കിയെടുക്കണം. അത് നമുക്ക് അവിടെ ഒരു എക്സ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാമ്പിൻ്റെ തലഭാഗത്തിൻ്റെ ഷേപ്പിന് വേണ്ടി നമ്മളതൊന്ന് ഇത്തിരി മടക്കി ഒന്ന് സ്റ്റഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാമ്പിൻ്റെ കഴുത്ത് ഭാഗം ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം മിഡ് പോർഷനിലേക്ക് ഒന്ന് ഹാഫായി മടക്കി കൊടുക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും മടക്കണം.
ഇനി അതിനെ കൂട്ടിപ്പിടിച്ച് കഴുത്തിൻ്റെ ആ ഭാഗം മുതൽ തലഭാഗം വരെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ, അതിൻ്റെ ഒരു ഷേപ്പ്. ഇനി താഴേന്ന് ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് മടക്കാം. അപ്പം നമ്മൾ മിഡ് പോർഷനിൽ നിന്ന് എടുത്ത് മടക്കി നോക്കിക്കഴിഞ്ഞാൽ അത് അതുപോലെ ഇരിക്കും കേട്ടോ. ഇനി അവിടെ നിന്ന് ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഇനി അതിനെ ആ ട്രയാങ്കിളിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചെടുക്കാം കേട്ടോ. ഇനി ആ ഒരു ചിൻ പോർഷൻ വന്ന് തലേൻ്റെ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അവിടെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാമ്പിൻ്റെ തലേൻ്റെ പോർഷൻ എൻറ്റയർലി കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമ്മൾ ഉടലിലേക്ക് പോവാണ്. പാമ്പിൻ്റെ ഉടലിന് വേണ്ടിയിട്ട് ഇതുപോലെ A4 സൈസ് ഷീറ്റ് 4 എണ്ണം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കാണുന്ന പോലെ പകുതിയിൽ നിന്ന് മടക്കി 2 കഷ്ണാക്കി മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു 1/2 സെൻറ്റിമീറ്റർ അവിടെ സ്പേസ് വിടുകയാണ് കേട്ടോ, ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ മറക്കാണ്ട് വിടണേ, ഇല്ലെങ്കിൽ ഒട്ടിച്ചാൽ ശരിയായിട്ട് നിൽക്കില്ല. ഇനി നമ്മൾ ആ അളന്ന് വെച്ച ഒരു 1/2 സെൻറ്റിമീറ്റർ ഒഴിച്ച് ബാക്കിയുള്ള പോർഷനെ നടുവേ കൂടെ മടക്കി കറക്റ്റ് നടുവിൽ കൂടെ മടക്കിയെടുക്കണം. 2 പേപ്പറിനെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ 2 പേപ്പറിനെയും ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ 1/2 മടക്കിയതുപോലെ തന്നെ മടക്കിയിട്ട് മുകളിൽ നിന്നുള്ള 1/2 ഇഞ്ച് ഇങ്ങോട്ടൊന്നും മടക്കി വയ്ക്കാം. ഇതെന്തിനാച്ചാൽ പിന്നീട് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒട്ടിക്കണ്ട കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ പേപ്പറിനെ ഫുള്ളായിട്ട് തുറന്ന് അതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് 2 സൈഡിൽ നിന്നും പേപ്പറിനെ മടക്കിയെടുക്കണം. ഇനി നമ്മൾ ഇപ്പം മടക്കിയ പേപ്പറിൻ്റെ കഷ്ണത്തിനെ മാറ്റി വെച്ച് വേറൊരു പുതിയ A4 സൈസ് ഷീറ്റ് പേപ്പർ എടുത്ത് അതിൻ്റെ 1/2 കണ്ടുപിടിച്ച് മുറിച്ചെടുക്കാം. അങ്ങനെ നമുക്കിപ്പോൾ നേരത്തെ പോലെ 2 കഷ്ണം പേപ്പർ കിട്ടിയില്ല. ഇനി നമ്മൾ ഈ 2 പേപ്പറിനെ നേരത്തെ മടക്കി വെച്ചതുപോലെ പകുതി നിന്ന് മടക്കിയെടുക്കണം കേട്ടോ. നേരത്തേതുപോലെ ഇതിനെ നമുക്ക് ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ സ്നേക്കിൻ്റെ ടെയിലിൻ്റെ ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഉടലിൻ്റെ അത്രയും വീതി ടെയിലിൻ്റെ ഭാഗത്തിന് വേണ്ട. അതുകൊണ്ട് നമ്മൾ പേപ്പറിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് എൻഡിലേക്ക് ഒരു വര വരയ്ക്കുകയാണ് കേട്ടോ. പിന്നെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണേ, എൻഡിൽ ഒരു ഇത്തിരി സ്പേസ് അങ്ങോട്ട് വിട്ടു കൊടുക്കണം കേട്ടോ. നമുക്ക് നേരത്തെ പോലെ ഒട്ടിക്കാനുള്ള ഒരു സ്പേസാണത്. ഇനി ഇതാ ഈ കാണുന്ന പോലെ മിഡ് പോയിന്റിലേക്ക് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ക്രോസ് ആയിട്ട്. ഇനി നമ്മൾ പേപ്പറിനെ തുറന്ന് വെച്ച് കത്രിക കൊണ്ട് ആ ഇപ്പം വെച്ച ഭാഗത്തിന് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വീണ്ടും പേപ്പറിനെ പകുതിയിൽ നിന്ന് മടക്കി 1/2 ഇഞ്ചോളം വിട്ട് ഒരു ലൈൻ വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈനിൽ കൂടെ മുറിച്ചെടുക്കാം. ഇനി നമ്മുടെ നേരത്തെ അതേ പ്രോസസ്സ്, അറ്റത്തുള്ള ആ 1/2 ഇഞ്ചിനെ മടക്കി ഇങ്ങോട്ട് വയ്ക്കാം. ഇത് നമുക്ക് ഒട്ടിക്കാനുള്ള കൺവീനിയൻസിനാണ് കേട്ടോ. ഇനി നമ്മൾ ഈ പേപ്പറിനെ തുറന്ന് 2 സൈഡിൽ നിന്നും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇതൊക്കെ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ് കേട്ടോ.
ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പാമ്പിൻ്റെ ബോഡി പോർഷനും ടെയിൽ പോർഷനും കൂടിയിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ട് കൊടുത്തിട്ടില്ലേ, അതിൽ ഗമ്മ് തേച്ച് ഒട്ടിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഈ എൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഈ കാണുന്ന പോലെ കേട്ടോ. ഇപ്പം നമ്മൾ പാമ്പിൻ്റെ ഫുൾ ബോഡി പോർഷനെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ബോഡി പോർഷനിൽ ഫുള്ള് ഓരോരോ സെൻറ്റിമീറ്ററിൽ ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഡോട്ടൊന്ന് ചെറിയ ചെറിയ വി ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. പിന്നെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഓരോരോ ഡോട്ട് വിട്ടിട്ട് വേണം ഓരോ സൈഡിലും വി വരച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മളിതാ സ്നേക്കിൻ്റെ ഫുൾ ബോഡിയിലും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാണുന്ന ഓരോ വീനെയും ശ്രദ്ധിച്ച് മുറിച്ചെടുക്കണം കേട്ടോ. നമ്മൾക്ക് ആ വി പോർഷൻ വേണ്ട, പക്ഷെ മിഡ് പോയിൻ്റ് വരെ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. കൂടുതൽ മുറിച്ചാൽ ബോഡി വേഗം അങ്ങോട്ട് കട്ടായി പോകും കേട്ടോ പാമ്പിൻ്റെ. ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തത് പാമ്പിൻ്റെ ബോഡീൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഫുൾ ബോഡി ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മിനുക്ക് പണികളാണ് കേട്ടോ ബാക്കി. നമ്മളിതാ പാമ്പിൻ്റെ ബാക്കിലെ ആ ഡിസൈൻ ഇല്ലേ, അത് നമ്മൾ വരച്ചെടുക്കുകയാണ് കേട്ടോ. 2 കണ്ണ് പോലെ. കണ്ണിന് വേണ്ടിയിട്ട് നമ്മളിതാ 2 ഓറഞ്ച് സ്ക്വയറിലുള്ള പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ചുരുട്ടി ഉരുട്ടിയിട്ട് നമ്മൾ കണ്ണിൻ്റെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നാവിനും കൂടെ ഒരു റെഡ് കളറിലുള്ള പേപ്പർ ഷേപ്പിൽ മുറിച്ചെടുക്കണം കേട്ടോ. 2 കണ്ണും നമുക്ക് ഗം വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പാമ്പിൻ്റെ നാവും കൂടെ വായൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ പ്രോസസ്സ്, നമ്മുടെ തലഭാഗം ഉടലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതേ സെയിം ഷേപ്പിൽ ഒട്ടിച്ച് അതവിടെ കറക്റ്റ് ഫിറ്റായി നിന്നോളും കേട്ടോ. ഇനി അല്പം ഫോട്ടോഷൂട്ടായാലോ? ഈ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒരു ബ്രൗൺ ഹാർട്ട് എനിക്ക് കമൻറ്റ് അടിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാൻ ഇനി ഇതുപോലത്തെ ലോങ് വീഡിയോസ് ഇടാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.